എന്താ ദീപു മുഖത്തൊരു സന്തോഷം? ഞാനൊരു സ്വപ്നം കണ്ടു. അത് നല്ലതാ. എപ്പോഴും സ്വപ്നം കാണാൻ നമ്മുടെ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാവും എല്ലാ പീരീഡും നീ കിടന്നുറങ്ങുന്നത്. അല്ല, എന്ത് സ്വപ്നമാ നീ കണ്ടത്? അതൊക്കെ ഉണ്ട് മോനെ. ഞാൻ സ്വപ്നത്തിൽ കണ്ടത് മിക്കതും നടന്നിട്ടുണ്ടടാ. ഓഹോ, നീ കഴിഞ്ഞ പരീക്ഷയ്ക്ക് എല്ലാത്തിനും പൊട്ടുമെന്ന് ഞാൻ സ്വപ്നം കണ്ടതാ. ഫലിച്ചില്ലേ? ആ കാര്യം എനിക്ക് സ്വപ്നം കാണാതെ തന്നെ അറിയാം. ഞാൻ ഇന്നലെ രാജാവായിട്ട് വാഴുന്നതാ സ്വപ്നം കണ്ടത്, അതും പുലർച്ചയ്ക്ക്. അതിനെന്താ? എടാ, പുലർച്ചയ്ക്ക് കണ്ട സ്വപ്നം ഫലിക്കുമെന്നാ. നീ രാജാവോ? പോരാത്തതിന് ഞാൻ അന്നദാനവും കൊടുക്കുന്നുണ്ടായിരുന്നു. അത് ശരി, ഇപ്പം കാര്യം പിടികിട്ടി. എന്തു കാര്യം? തലപ്പാവ് വെച്ചിട്ടല്ലേ നീ നിന്നെ കണ്ടത്? അതെ. പിന്നെ അന്നദാനവും നടത്തിയല്ലേ? സംഗതി പിടികിട്ടി. എന്ത്? ഇന്ത്യൻ കോഫി ഹൗസിലേക്ക് ഒഴിവുണ്ടെന്ന് പത്രത്തിൽ കണ്ടപ്പോ ഇത്രയും വിചാരിച്ചില്ല. നിനക്കെന്താടാ ഒരു ആലോചന? അയ്യേ, എനിക്കിപ്പോഴേ ആലോചനയോ? അതിനെനിക്ക് കല്യാണപ്രായമായില്ലല്ലോ. ഓ, കല്യാണാലോചനയല്ലടാ പൊട്ടാ. എന്താ ഒരു ചിന്ത എന്ന് പറയടാ. മാഷേ, ഇവൻ എപ്പോഴും സംശയമാ. വിഷയം ചരിത്രമാണ്. ഓ, ചരിത്രമാണോ? എന്നാ ഞാൻ പറയാമെടാ. ട്രേഡേഴ്സിനെ വിളിക്കേണ്ടി വരുമോ? ഒന്നും വേണ്ടി വരില്ല, ആൻസർ പക്ക ആയിരിക്കും. എങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. രക്ഷപ്പെടാനോ? എന്താ ഇതിന് മാത്രം ഒരു സംശയം? ആ സംഭവം ഒരു കൊലപാതകമാ. കൊലപാതകം. ആരെയാ കൊന്നത് അത് പറ. ടിപ്പു സുൽത്താനെയാണോ അതോ നെപ്പോളിയനെയോ? ആരെ ഇവന്മാര്? എന്നാലും ആ പുള്ളി എന്തിനായിരിക്കും അങ്ങനെ കുത്തിക്കൊന്നത്? എടാ, ഒന്ന് നിർത്ത്, ഇനിയെങ്കിലും ഒന്ന് പറ. മാഷേ, എന്തിനായിരിക്കും കട്ടപ്പ ബാഹുബലിയെ കുത്തിക്കൊന്നത്? നീ ഇന്നലെ അച്ഛനെയും കൂട്ടി സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോയിരുന്നു അല്ലേ? ഓ, അതും അറിഞ്ഞല്ലേ? എന്നിട്ട് ഡോക്ടർ എന്തു പറഞ്ഞു? അവസാനം ഡോക്ടർ അച്ഛനെ ഇങ്ങനെ ഉപദേശിച്ചു. ഡോക്ടർ ഉപദേശിയായോ? മരുന്നൊന്നും ഇല്ലേ? എടാ, മാനസിക പ്രശ്നത്തിന് ഉപദേശം ആദ്യം വേണ്ടത്. കൗൺസിലിംഗ് എന്ന് കേട്ടിട്ടില്ലേ? എവിടെ? എന്നിട്ട് എന്താ ഉപദേശിച്ചത്? അമ്മ വഴക്കിടാൻ വരുമ്പോ മിണ്ടാതിരിക്കുക എന്ന പോളിസി. അതുകൊണ്ടെന്താ, കൊറേ പറഞ്ഞു മടുത്തു കഴിയുമ്പോ അമ്മ നിർത്തും. ആണുങ്ങളുടെ മാനം കളഞ്ഞില്ലേ? നീ എന്താ ഉദ്ദേശിച്ചത്? എടാ, പെണ്ണുങ്ങളോട് തോറ്റു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞാനാണെങ്കിൽ തിരിച്ചു പറഞ്ഞിട്ടുണ്ടാവും. എന്ത്? അമ്മയെ വഴക്കടിച്ച് തോൽപ്പിക്കണമെന്ന്. എടാ മണ്ടൂസേ, സാധാരണ ഇടിയും മിന്നലൊക്കെ വരുമ്പോ നമ്മൾ എന്താ ചെയ്യാ? എന്തോ മെയിൻസ് ചങ്ങ ഓഫ് ആക്കും. അത്രേ ഡോക്ടറും പറഞ്ഞുള്ളൂ. കുട്ടികളെ, ഞാനാണ് നിങ്ങളുടെ പുതിയ മലയാളം മാഷ്. കണ്ടിട്ട് പുതിയതാണെന്ന് തോന്നുന്നില്ലല്ലോ. നീ ആയിരിക്കും ടിന്റുമോൻ അല്ലേ? അതെ, എങ്ങനെ മനസ്സിലായി? വരുമ്പോ സ്റ്റാഫ് റൂമിൽ നിന്ന് ചില മാഷുമാര് പറഞ്ഞിരുന്നു. ക്ലാസ്സിലൊരു തലതെറിച്ചവനുണ്ട് എന്നല്ലേ മാഷേ? എടാ, സ്മാർട്ട് ആവാം, പക്ഷേ ഓവർ സ്മാർട്ട് ആവരുത്. സോറി സർ, ഇനി ആവർത്തിക്കില്ല. ഗുഡ്. പിന്നെ നിങ്ങൾക്ക് മലയാളമല്ലാതെ വേറെ ഏതൊക്കെ ഭാഷകൾ സംസാരിക്കാൻ അറിയാം? എനിക്ക് തമിഴ് അറിയാലോ. ഇവളുടെ അമ്മ അണ്ണാച്ചിയാ മാഷേ. അണ്ണാച്ചി എന്ന് പറയരുത്, തമിഴ് സ്ത്രീ എന്ന് വേണം പറയാൻ. ഇയാളെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടായല്ലോ, ഒന്നും മിണ്ടാനും പറ്റുന്നില്ല. എനിക്ക് ഇംഗ്ലീഷ്, ഹിന്ദി എല്ലാം അറിയാം മാഷേ. അതിപ്പോ ആർക്കാ അറിയാത്തത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും ബംഗാളി പറയാൻ അറിയാമോ? ഞാൻ പറയാം മാഷേ. ബംഗാളി അറിയുന്ന മലയാളി അല്ലേ? എന്നാ നീ ഒന്ന് പറഞ്ഞേ ബംഗാളി. ഇതെങ്ങനെ പഠിച്ചടാ? എന്നാ പറയട്ടെ, ബംഗാളി അല്ലേ? ഇതാ പിടിച്ചോ, ബംഗാളി. പോരെ മാഷേ? TNT wrong.